പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് KP രാമനുണ്ണിയുടെ ഒരു കഥയാണ്. കഥയുടെ പേര് പാകം തെറ്റുന്ന ഊന്നുവടികൾ എന്നാണ്. പാകം തെറ്റുന്ന ഊന്നുവടികൾ. ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടിയാണ് രാമൻ മേനോൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നത്. ശക്തിയായ അണപ്പും ഷർട്ടിൽ കിളിർത്തു വരുന്ന വിരൂപികളായ വിയർപ്പ് ചിഹ്നങ്ങളും കണ്ട് ജാനകിയമ്മ ഭയന്നു. BP എങ്ങാനും കയറിപ്പോയോ? വരണ്ട പുഴയിലെ കണ്ണീർ ചാലുപോലെ നീങ്ങുന്ന മേനോൻ്റെ ജീവിതത്തിൽ ആഹ്ലാദം പൊങ്ങിയാലും ജാനകിയമ്മ നടുങ്ങും. വയസ്സന്മാരുടെ അത്യാഹ്ലാദം സൂക്ഷിക്കണം. കിതപ്പും വിയർപ്പും കുടഞ്ഞു കളഞ്ഞ് കുടമൂലയിലെറിഞ്ഞ് മേനോൻ തയ്യാറെടുത്തു. കീശയിൽ നിന്ന് കൊച്ചുമകൾ ഉഷക്കുട്ടിയുടെ കത്തെടുത്ത് ഉറക്കെ വായിച്ചു. ഞാനും മോഹനനും 15-ാം തീയതി മെയിലിന് കുറ്റിപ്പുറത്തെത്തും. 2 ആഴ്ച നാട്ടിൽ താമസിക്കണമെന്ന മോഹം കൊണ്ടാണ്. അപ്പൂപ്പൻ സ്റ്റേഷനിൽ കാക്കുമല്ലോ. വാചകങ്ങൾ അവസാനിപ്പിച്ചതും കുമ്മിയടിക്കാരനെ പോലെ രാമൻ മേനോൻ 2 ചുവടുകൾ നൃത്തം വെച്ചു. വിശേഷം കേട്ട് ജാനകി അമ്മയും പ്രസാദിച്ച് വിടർന്നു. വിളർത്ത കവിളുകളിൽ ചോരയോട്ടമുണ്ടായി. പട്ടീസും കുഴലും കെട്ടി ഡോക്ടർ പ്രഷർ നോക്കുന്ന രംഗം മാഞ്ഞു മറഞ്ഞ് നാഗസ്വരക്കാർ മേളം കൊട്ടി. ജാതിപൂക്കൾ വാരി വിടർന്നു. 3 മാസം മുമ്പാണ് ഞങ്ങളുടെ പേരക്കുട്ടി ഉഷയുടെ വിവാഹം ഗുരുവായൂരിൽ നടന്നത്. നാട്ടിലെ മണ്ണിൻ്റെ മണവുമേറ്റ് മധുവിധു കൂടാൻ അവൾ ഭർത്താവിനൊപ്പം വരികയാണ്. മൂത്ത മകൻ കൽക്കത്തയിൽ നിന്ന് ഇക്കാര്യം എഴുതി അറിയിച്ചപ്പോൾ അവരാരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നു. കണ്ടോ, എൻ്റെ 2ാം തലമുറയ്ക്ക് എൻ്റെ തനി സ്വഭാവമാണ്. മക്കൾക്ക് ആ ഗുണം കിട്ടിയിട്ടില്ലെങ്കിലും. അതിനോടുള്ള പ്രതിപത്തിയുടെ ബലത്തിന്മേൽ രാമൻ മേനോൻ ഊന്നി പറഞ്ഞു. 15-ാം തീയതിക്ക് ഇനി 10 ദിവസമുണ്ടെങ്കിലും ടാക്സി ഏൽപ്പിക്കാൻ വേണ്ടി ആനക്കരമുക്കിലേക്ക് വലിഞ്ഞു നടന്നു. ഭീലായിലെ ഉരുക്കു നഗരത്തിൽ വലിയ ഉദ്യോഗങ്ങൾ വഹിച്ച മഹാകണിച്ചക്കാരനായിരുന്ന ആ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും മുൻകൂറായി ചെയ്തിരിക്കണമെന്നത് നിർബന്ധമാണ്. ക്ഷമയാണെങ്കിൽ ഒട്ടുമില്ല. നാട് കാണാൻ വരുന്ന കൊച്ചുമക്കളെ ഓർത്തുകൊണ്ട് നടന്നപ്പോൾ നാടിനോടുണ്ടായിരുന്ന ആസക്തി പുനർജനിച്ചു വരുന്നു. പെൻഷൻ പറ്റി ആനക്കരയിൽ താമസമാക്കുകയാണെന്ന് തീരുമാനിച്ചപ്പോൾ വേണ്ടപ്പെട്ടവരെല്ലാം എതിർക്കുകയാണ് ചെയ്തത്. പലർക്കും പുച്ഛവും സഹതാപവുമായിരുന്നു. എന്ത് വിഡ്ഢിത്തമാണ് കാണിക്കുന്നത്? ഒന്നുകിൽ മക്കളുടെ കൂടെ കൽക്കത്തയിലോ മദ്രാസിലോ ചെന്ന് താമസിക്കുക, അല്ലെങ്കിൽ ബുദ്ധിയുള്ള റിട്ടയേർഡ് മാന്യന്മാർ ചെയ്യുന്ന പോലെ ഒറ്റപ്പാലത്തോ മറ്റോ വീടെടുക്കുക. ആനക്കരയിൽ ഒരു ഹോസ്പിറ്റലെങ്കിലും ഉണ്ടോ? ഉപദേശങ്ങൾക്ക് ആത്മാർത്ഥത ഇല്ലാഞ്ഞിട്ടായിരുന്നില്ല. എന്നാൽ കുമ്പിടിയിൽ അലയുന്ന കാറ്റ് ഒറ്റപ്പാലത്ത് മണക്കില്ലെന്ന് മേനോൻ അറിയാമായിരുന്നു. തെച്ചിപ്പൂവിൻ്റെ തെളിമയുള്ള കൊടിത്തൂവയുടെ വീറുള്ള നാടൻ കാറ്റ് കുട്ടിക്കാലത്ത് അനുഭവിച്ച അതിൻ്റെ ചുണ ഇപ്പോഴും മായാതെ ആത്മാവിൽ നിൽക്കുന്നു. മക്കളുടെ തിരക്കിട്ട ജീവിതത്തിൽ കൂടെ തുഴയുന്ന പ്രശ്നം ആദ്യമേ അയാൾ തള്ളിക്കളഞ്ഞിരുന്നു. ഇത്രകാലം ഉണ്ടായിരുന്ന സ്നേഹം അവസാന ശ്വാസം വരെ നിലനിന്നോട്ടെ. കൂടുതൽ ആലോചിക്കാതെ തറവാട്ട് വീട് ഭാഗത്തിൽ പിടിച്ച് കാര്യപ്പെട്ട മാറ്റങ്ങൾ വരുത്തി നടുമിറ്റം തൂർത്ത് കയ്യാല പൊളിച്ച് പൂമുഖത്തിൽ ടെറസ് വാർത്തു. ചരൽ മണിക്കല്ലുകൾ ഉതിരുന്ന വെട്ടുവഴികളും ചെമ്മണ്ണ് പൂക്കുന്ന പറമ്പുകളും രാമൻ മേനോനെ കാത്തുകിടക്കുകയായിരുന്നു. അതിലൂടെയെല്ലാം നടന്ന് ക്ഷീണിച്ച അയാളെ തെളിനീരൊഴുകുന്ന ഭാരതപ്പുഴ കൈ നീട്ടി വാങ്ങി. എരിയുന്ന കാലുകളിൽ ഓളങ്ങൾ ആറാടിച്ച് ജീവിതം മുഴുവൻ കുളിർ കോരിയിട്ടു. പാടത്തും പറമ്പിലും പുഴയോരത്തുമായി 1-2 ഋതുക്കൾ നീങ്ങാൻ വലിയ വിഷമം തോന്നിയില്ല. പക്ഷേ പിന്നീടങ്ങോട്ട് കാലം കനക്കുകയായിരുന്നു. ഭാരതപ്പുഴയിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കാനുള്ള ദാഹത്തോടെ വന്ന രാമൻ മേനോന്റെ മണിക്കൂറുകളും മിനിറ്റുകളും ചെത്തിയെടുക്കാൻ തുടങ്ങി. സദാസമയവും തറവാട്ട് പറമ്പിൽ തളം കെട്ടുന്ന ശാന്തത നിഷ്ക്രിയതയുടെ ഭരണിയിൽ തന്നെ ഉപ്പിലിട്ട് വയ്ക്കുകയാണ്. എത്ര കൈകാലിട്ടടിച്ച് ഉഷാറായി നടക്കാൻ ശ്രമിച്ചാലും അയാളെ അത് ഉരുക്കി പരത്തുന്നു. ഇത്രയും അപ്രതിരോധ്യമായ നിശ്ചലതയുടെ പ്രവാഹം എവിടെ നിന്നാണ് കുത്തി ഒലിച്ചു വരുന്നത്? ഭാരതപ്പുഴയുടെ തീരത്തുള്ള ശവപ്പറമ്പിൽ നിന്നായിരിക്കും അതിൻ്റെ ഉത്ഭവമെന്ന് മനസ്സിലാക്കിയത് രാമൻ മേനോൻ വല്ലാതെ അസ്വസ്ഥനായി. എല്ലാ ദിവസങ്ങൾക്കും ഒരേ രൂപവും ഭാവവും സംഗീതവുമായിരുന്നു. എന്നും സന്ധ്യ കഴിഞ്ഞാൽ കേൾക്കുന്ന കേളുവിൻ്റെ കള്ളിൻപുറത്തെ പടപ്പാട്ട്, പന്നിക്കോട്ടെ അമ്പലവളപ്പിൽ നിന്ന് പുലരുമ്പോൾ ആവർത്തിക്കുന്ന ഗ്രാമഫോൺ സ്തോത്രങ്ങൾ,
ശൂന്യമായി കിടക്കുന്ന നാലുകെട്ടിൽ തൻ്റെ ഭാര്യ ജാനുവിനെ പോലും കണ്ടുകിട്ടാൻ പ്രയാസമാണ്. കൂടുതൽ കൂടുതൽ മൗനിയായിക്കൊണ്ട് അവളെ ഈയിടെയായി കുഴിയാനയും ചിതൽപുറ്റും മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഭിലായ് ഉരുക്കുശാലയിൽ ചെലവിട്ടിരുന്ന മേനോന്റെ ദിനങ്ങൾ തിളയ്ക്കുന്ന ലോഹം പോലെ ദ്രുതതരമായിരുന്നു. ഒരു എഞ്ചിനീയറുടെ പകൽ സമയം അനുനിമിഷം രൂപം മാറുന്ന ഇരുമ്പയിരിന് തുല്യമാണ്. പ്രഭാതത്തിൽ തെളിഞ്ഞുയരുന്ന പ്രജ്ഞ ഫാക്ടറിയിലെ സാന്ദ്രമായ മണിക്കൂറുകളിലേക്ക് കൂപ്പുകുത്തിയാൽ തുടങ്ങുകയായി. തിരക്കുപിടിച്ച കോൺഫറൻസുകൾ, സാഹസികമായ തീരുമാനങ്ങൾ, കനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ. പിന്നീട് അപരാഹ്നത്തിൽ സഹപ്രവർത്തകരുടെ ചൂടേറുന്ന കരവലയങ്ങളിൽ ആഹ്ലാദത്തിൻ്റെ പൂത്തിരികൾ. എപ്പോഴും ഉണർവിൻ്റെ പടക്കുതിരകളിൽ പാഞ്ഞു നടക്കുന്ന പ്രതീതിയായിരുന്നു. രാത്രിയിൽ ജാനുവിൻ്റെ കാമം പുകയുന്ന ഫർണസിലേക്ക് കൂപ്പുകുത്തുന്നതോടുകൂടി ഒരു ദിവസം അവസാനിക്കുകയായി. പിറ്റേന്നും തിരക്കു പിടിച്ച പ്രഭാതത്തിലേക്ക് പുനർജനിക്കാൻ വേണ്ടി മാത്രം. ഭിലായ് ഉരുക്കുശാലയിലെ ചുവന്ന ഇരുമ്പിൻ്റെ തീഷ്ണത മേനോൻ ആനക്കരയിൽ വെച്ച് സ്വപ്നം കാണാൻ തുടങ്ങി. അതിതാപത്താൽ ബോയിലർ എങ്ങാനും പൊട്ടിത്തെറിക്കുമോ എന്ന സന്ദിഗ്ധതയെ ഓമനിക്കുമ്പോഴാണ് ആ ദിവസം ഉറക്കമുണർന്നത്. പോസ്റ്റ് ഓഫീസിലെത്തിയപ്പോൾ ഉഷക്കുട്ടിയും മോഹനനും വരുന്ന സന്തോഷ വാർത്ത കാത്തുകിടക്കുന്നു. കുറച്ചു ദിവസമെങ്കിലും ഉണർവിൻ്റെ ഉത്തുംഗതയിൽ കളിയാടാമെന്ന് അതോടുകൂടി അയാൾ മോഹിച്ചു പോയി. തെന്നിത്തിമർക്കുന്ന മധുവിധുവിൻ്റെ നാളുകൾ ആനക്കരയിലെത്തുന്ന പേരക്കുട്ടിക്ക് ഒരുക്കണം. അത്യാവശ്യം അവർക്ക് കുറ്റിപ്പുറത്തോ മറ്റോ ചെന്ന് സിനിമ കാണാൻ കുട്ടിക്കൃഷ്ണൻ്റെ KLD 48 ടാക്സി ഏൽപ്പിക്കണം. മേനോൻ ആകെ കൂടി ആവേശത്തിലായി. കൊച്ചുമകൾക്ക് വേണ്ടി മുത്തച്ഛൻ്റെ മണിയറ ഒരുക്കാൻ വലിയ ഉത്സാഹമായിരുന്നു. തറവാട് വീടിൻ്റെ വടക്കേ അറയിൽ താൻ തയ്യാർ ചെയ്ത് മേനോൻ ജാനകിയമ്മയെ മാടി വിളിച്ചു. ചെറുചൂളം വിളിയോടെ ഇടത്തുകൈ അരയിൽ കുത്തി വലത്തുകൈ വാതിലിൽ പിടിച്ച് തമിഴ് സിനിമാ നായകനെ പോലെ അയാൾ ചോദിച്ചു, എപ്പടി ജാനോ മണിയറ? ഭിലായിലെ നമ്മുടെ അറയ്ക്കൊക്കുമോ? തിമർത്തു മതിക്കുന്ന ഈ മനുഷ്യന് BP എങ്ങാനും കൂടുമോ എന്ന വേവലാതിയായിരുന്നു ജാനകിയമ്മയ്ക്ക്. ഒട്ടും തമാശ ഭാവിക്കാതെ അവരുടെ കണ്ണുകൾ മേനവനെ നീളത്തിലും വിലങ്ങത്തിലും വരിഞ്ഞു നോക്കി. വള്ളി ട്രൗസർ അരയിൽ ഉതിർന്ന കൊച്ചുകുട്ടിയെ പോലെ റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയർ രാമൻ മേനോൻ രംഗത്തു നിന്ന് വലിഞ്ഞു. മോഹിച്ചു മെയ് 15-ാം തീയതി ഉഷക്കുട്ടിയും മോഹനനും ആനക്കരയിൽ അവതരിച്ചു. അങ്ങോട്ട് പാഞ്ഞ് എന്തു കാര്യത്തിനും സന്നദ്ധനായി മേനോൻ അരികിൽ തന്നെ നടന്നിരുന്നു. ആവശ്യത്തിനും അനാവശ്യത്തിനും കുറേയധികം വിയർപ്പൊഴുക്കി കഴിഞ്ഞപ്പോഴാണ് പ്രതീക്ഷിച്ച ചൂടും വെളിച്ചവും കിട്ടുന്നില്ലെന്ന് അയാൾക്ക് സംശയം തോന്നിയത്. എപ്പോഴും ഇരുന്ന് കുശുകുശുക്കുന്ന മിഥുനങ്ങൾ അപ്പൂപ്പൻ അടുത്തെത്തിയാൽ നിശബ്ദരാകുന്നു, വെറുങ്ങലിക്കുന്നു. അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാനും ഉത്സാഹം പകരാനുമാണ് താൻ ബന്ധപ്പെടുന്നതെന്ന ചിന്തയേ ഇല്ല. ചരൽപ്പറമ്പിലോ പുഴവക്കിലോ അലഞ്ഞു തിരിയുന്ന കുട്ടികൾ എപ്പോഴും നോക്കിയാലും തന്നിൽ നിന്ന് അകലത്തിലായിരിക്കും. എന്നാലും വിട്ടുകൊടുക്കാതെ തറവാട്ട് പറമ്പും സർപ്പക്കാവും കാണിക്കാൻ വേണ്ടി പിറകെ അയാൾ വടിയും കുത്തി ഇറങ്ങിയതായിരുന്നു. താഴ്ന്ന ശബ്ദത്തിലാണെങ്കിലും മൂർച്ചയോടുകൂടി ജാനകിയമ്മ ചീത്ത പറഞ്ഞു, നിങ്ങൾ എന്തിനാ എപ്പോഴും പറകെ? അവർ കൊച്ചുകുട്ടികളാണോ? ഉഷയും മോഹനനും ചിരിച്ചകന്നപ്പോൾ മേനോനെ വിഴുങ്ങിയത് ജാള്യതയല്ല, ഒരു തരം വിജനതയാണ്. തറവാട്ടുപറമ്പിലും പുഴക്കരയിലെ ശവപ്പറമ്പിലും തോന്നാറുള്ള വല്ലാത്ത ആളൊഴിവ് അയാൾക്ക് മനസ്സിലും അനുഭവപ്പെട്ടു. വടിയും കുത്തിക്കൊണ്ടൊരു വൃദ്ധൻ ഭാരതപ്പുഴ കടക്കുന്നതിൻ്റെ ചിത്രം തെളിഞ്ഞു. സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ ഭാരതപ്പുഴ വഞ്ചകിയാണ്. തീരെ ആഴ